ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ഇടുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതെങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ നോർമലി നമുക്ക് എല്ലാ ഇൻ്റർവ്യൂവിനാണെങ്കിൽ പോലും ഏതൊരു പോസ്റ്റ് ആണെങ്കിൽ പോലും മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് MS Excel നോളജ്. അതിപ്പോൾ ഒരു കമ്പനി ഹയർ ചെയ്യുമ്പം ആ കമ്പനിയുടെ ജോബ് വേക്കൻസിയിൽ മെയിനായിട്ടുള്ളൊരു കീവേഡ്സും കൂടി ആയിരിക്കും MS Excel നോളേജ് ഉണ്ടോ എന്നുള്ളത്. പണ്ടൊക്കെ നമ്മൾ പഠിച്ച ഒരു ബേസ് ആകുമ്പം നമുക്ക് പറയാൻ പറ്റും നമുക്ക് ബേസിക് നോളേജ് ഉണ്ടെന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് അറിയാം. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ മിസ്സിൻ്റെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യാം. അവർ റെക്കോർഡഡ് ക്ലാസ് ആയിട്ടാണ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് അത് എത്രയും യൂസ്ഫുള്ള്. ഇതുവരെയുള്ള സ്റ്റുഡൻസിനൊക്കെ ഒത്തിരി അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അവരുടെ റിവ്യൂസൊക്കെ ഞാൻ വേണമെങ്കിൽ ഇടാം. കാരണം ഈ ഒരു റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 50 ക്ലാസ്സോളം ഉണ്ട്. ആ 50 ക്ലാസ് തന്നെ ഓരോ റെക്കോർഡഡ് ക്ലാസ്സും നമുക്ക് നമ്മുടെ ഫ്രീ ടൈം നോക്കിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഫ്രീ ടൈം നോക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അതിന് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനും പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു, അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ഡയറക്റ്റായിട്ട് ചോദിക്കാം. അപ്പോൾ അതിൽ വന്നിട്ടുള്ള പ്രൈസൊക്കെ 150 ദിർഹംസാണ് UAE വന്നിട്ടുള്ളത്. നാട്ടിലാണെങ്കിലും 3000 രൂപയാണ്. ഒരു 50ഓളം ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ട് ആ ഒരു ദിവസം തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും മെയിനായിട്ട് എക്സൽ നോളേജ് എന്തായാലും പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അതൊരു എക്സ്ട്രാ ഒരു നോളേജും കൂടിയാണ്. നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിൽ പോലും ഏതൊരു പോസ്റ്റ്, ഇപ്പം UAE അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ പോലും ഏതൊരു കൺട്രീസ് പോകുകയാണെങ്കിലും ഏതൊരു പോസ്റ്റിനാണെങ്കിൽ പോലും ചോദിക്കുന്ന ഒരു നോളേജ്, ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ് MS Excel നോളേജ് ഉണ്ടോ. ഇപ്പോൾ ഞാൻ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മെയിനായിട്ട് വേണ്ടത് MS Excel നോളേജാണ്. അതുപോലെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അഡ്മിൻ പോസ്റ്റ് ആണെങ്കിൽ പോലും MS Excel നോളേജ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ e-commerce, അങ്ങനെ പല കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടേതായ റിപ്പോർട്ടോ അല്ലെങ്കിൽ കമ്പനിയുടേതായ റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ MS Excel നോളേജ് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഒത്തിരി പഠിക്കാനും ഉണ്ട്. പിന്നെ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും എക്സ്ട്രാ നോളേജ് ഉള്ളത് നല്ലതാണ്. നമുക്ക് ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അവർ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ക്ലാസ്സൊക്കെ ഒരു ബേസിക് ഡെമോ പോലെ ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ കസ്റ്റമർ റിവ്യൂസും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെറുതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ തന്നെ അവരുടെ മൈൻഡിൽ ചില സമയത്ത് ഇത് നമുക്ക് യൂട്യൂബിൽ കൂടെ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുറേ പേര് ലിങ്ക് എന്ന് വെച്ചിട്ട് കുറേ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അഡ്മിഷൻ എടുത്തോ. കാരണം അത് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ്സും കൂടെയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. എക്സലിൽ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെയിം, ആധാർ നമ്പർ, ഇത്രയാണ് ഹെഡിങ്സ് കൊടുത്തിട്ടുള്ളത്. നെയിമിൻ്റെ താഴെ ശ്രീയ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശ്രീയയുടെ ആധാർ നമ്പർ നമ്മൾ അതിന് നേരെയായിട്ട് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഡമ്മി ആധാർ നമ്പറാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു 12 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ടൈപ്പ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് റിസൾട്ട് വരിക എന്ന് നോക്കാം. പുറത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആധാർ നമ്പർ ഫോർമാറ്റിൽ തന്നെ കിട്ടണം. അതിനായിട്ട് റിസൾട്ട് വന്ന സെല്ലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ അടിക്കുക. താഴെ ഫോർമാറ്റ് സെൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. കാറ്റഗറിയിൽ നമ്പർ ചൂസ് ചെയ്യുക. ഡെസിമൽ പ്ലേസസിൻ്റെ അവിടെ ഒരു 2 ആണ് ഡിഫോൾട്ടായിട്ട് വന്ന് കിടക്കുന്നത്. അതിൻ്റെ താഴെ ഒരു ഡൗൺ ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് 0 ആക്കുക. ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ നമ്പർ കറക്റ്റായിട്ട് അവിടെ വിസിബിളായിട്ട് വന്നിട്ടുണ്ടാകും.